BJP നിന്ന് മാറി UDF-ലെത്തി മത്സരിച്ച സന്ദീപ് വാര്യർക്ക് ഒട്ടും ജയപ്രതീക്ഷയില്ലാത്ത തൃക്കരിപ്പൂരിലെ സീറ്റ് കൊടുത്ത് ഒതുക്കി എന്ന് പറഞ്ഞത് സത്യമാണോ? BJP-യിൽ നിന്ന് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് ഒരുപക്ഷെ നൽകേണ്ടിയിരുന്നത് തവനൂരോ അല്ലെങ്കിൽ പാലക്കാടോ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നൽകിയതോ ഒരിക്കലും വിജയപ്രതീക്ഷയില്ലാത്ത തൃക്കരിപ്പൂർ മണ്ഡലമാണ്. തൃക്കരിപ്പൂരിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലം 100% CPM-നെ പിന്തുണക്കുന്നൊരു മണ്ഡലമാണ്. അവിടെ മണ്ഡലം രൂപീകരിച്ച അന്ന് മുതൽ CPM-ൻ്റെ MLA-മാർ ജയിച്ചു വരുന്ന വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന മണ്ഡലം കൂടിയാണ്. 2016 15,000 വോട്ട് ഭൂരിപക്ഷവും അതുപോലെ തന്നെ 2021 അത് 26,000 വോട്ട് ഭൂരിപക്ഷമാക്കി ഉയർത്താനും അവർക്ക് കഴിഞ്ഞു. അവിടെ ഒരിക്കലും സന്ദീപ് വാര്യരെ പോലെയുള്ള ഒരു കാൻഡിഡേറ്റിന് സേഫ് സോൺ അല്ല എന്ന് നമുക്ക് 100% നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണത്. പക്ഷേ 2 ഫാക്ടർ മാത്രമാണ് അവിടെ UDF-നെ തുണക്കുന്നു എന്ന് അവർ പറയുന്നത്. ഒന്ന്, കഴിഞ്ഞ 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 10,000 വോട്ട് ഭൂരിപക്ഷം UDF നേടി എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ലീഗിൻ്റേതായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ, ഈ 2 ഫാക്ടർ മാറ്റി നിർത്തിയാൽ 100% അവിടെ വിജയസാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും.